അതുപോലെ തന്നെ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ, ഇവിടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്ന ചിരിയും കരച്ചിലും എന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് മുന്നേ പ്രസംഗിച്ച അധ്യക്ഷനും ഉദ്ഘാടനം എല്ലാം വിശദമായി സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും രണ്ടു വാക്ക് ഞാൻ സംസാരിക്കുകയാണ്. ഒരു ചെറിയ കുഞ്ഞ് ജനിക്കുമ്പോൾ കൈ രണ്ടും പിടിച്ച് ഭൂമിയിലേക്ക് വരുന്നതാണ് പറഞ്ഞു കേട്ടല്ലോ, കണ്ടിട്ടല്ല. അതുപോലെ തന്നെ ഒരാൾ മരിച്ചു പോകുമ്പോൾ രണ്ട് കൈയും ഞാനിവിടെ നിന്നും കൊണ്ടുകൊണ്ട് എന്നും പറഞ്ഞിട്ടാണ് തോന്നുന്നത്. അലക്സാണ്ടർ ചക്രവർത്തി അടക്കം അദ്ദേഹത്തിൻ്റെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചത്തിന് രണ്ട് തുളച്ചിരുന്നു, കൈ ഇങ്ങനെ പുറത്ത് ഇട്ടിട്ട്. ഇത് ഞാൻ ഇവിടെ നിന്നൊന്നും എല്ലാം വെട്ടിപ്പിടിച്ചിട്ട് ഞാനിതൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് ചിരിക്കാനൊരു അവസരം കിട്ടിയതെന്ന് വെച്ചാൽ എനിക്ക് PSCയിൽ ഫസ്റ്റിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോഴാണ് ഞാനൊന്നും അതുപോലെ എന്തെഴുതിയാലും കിട്ടില്ല. അതുപോലെ പിന്നെ കരേണ്ടി വന്നത് അച്ഛൻ മരിച്ച ആ സമയത്ത്. പിന്നെ നാട്ടുകാർ പിന്നെ നമ്മൾ മാജിക് കാണുമ്പോൾ ചിരിക്കാറുണ്ട്, ചിലവരെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട്, അല്ലെങ്കിൽ സർക്കസ് കാണുമ്പോൾ ചിരിക്കാറുണ്ട്. കരയിൽ പിന്നെ എപ്പോഴും അപൂർവമായിട്ടും വേണ്ടപ്പെട്ട ആൾക്കാർ മരിച്ചു പോകുമ്പോൾ മാത്രമാണ് എല്ലാവരും കരയിലോ അല്ലെങ്കിൽ അവർക്കുള്ള നമ്മൾ അനുശോചനം രേഖപ്പെടുത്തുമ്പോഴൊക്കെയാണ് പലരും കരയിലില്ല എങ്കിലും ആ രീതിയിലുള്ള പെരുമാറ്റം. അപ്പോൾ ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല. എനിക്ക് അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്കും എന്നെ ക്ഷണിച്ച എല്ലാവർക്കും, മാധ്യമപ്രവർത്തകരെ, ഉമ്മപെങ്ങന്മാരെ, നമസ്കാരം. ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഒരു ഏകദിന സെമിനാറിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഉള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനും അതുപോലെ നിങ്ങളെ നേരിൽ കാണാനും സാധിച്ചതിലും എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിലും ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ പരിപാടിയുടെ നമ്മുടെ വിഷയം ചിരിയും കരച്ചിലും എന്നുള്ള ഈ വിഷയം അത് തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാം, പഠിക്കുകയാണ്, BCom ഫൈനൽ ഇയറാണ്. കഴിഞ്ഞ വർഷം കോളേജിൽ വെച്ചൊരു NSSൻ്റെ ക്യാമ്പ് സംഘടിപ്പിച്ച സമയത്ത് ക്യാമ്പ് കഴിയുന്ന അവസാന ദിവസം ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിരിയും കളികളും ഒക്കെ ആയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു കുടുംബം പോലെ ഈ ദിവസം പാചകം ചെയ്തു, അവിടെ വൃത്തിയാക്കും, പണിയെടുത്തു, ഒക്കെ കൾച്ചറൽ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ച് ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു പരിപാടിയാണ് NSSൻ്റെ ക്യാമ്പ്. അങ്ങനെ ഒരു ക്യാമ്പിൽ അവസാന ദിവസവും ഞങ്ങൾ പരസ്പരം ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ പ്രോഗ്രാം ഓഫീസർ ഞങ്ങൾക്ക് വേണ്ടി വെച്ചു. അവസാന ദിവസം രണ്ട് വ്യക്തികൾ ഇങ്ങനെ പരസ്പരം പരിചയപ്പെടുക, സംസാരിക്കുക എന്നുള്ള ഒരു പ്രോഗ്രാമാണ് അവിടെ വെച്ചത്. അങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ സംസാരിച്ച് മാറി മാറി ഒരു കുട്ടിയുടെ അടുത്തെത്തുമ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞ് ഒരു കാര്യം എന്നോട് പറയാനുണ്ട്, ഒന്നും വിചാരിക്കരുതെന്ന്. ഞാൻ ചോദിച്ചെന്നാണ്. അപ്പം പറഞ്ഞ് ഈ വർഷം തന്നെ ഞാൻ കോളേജ് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു, മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അപ്പം എന്നോട് പറഞ്ഞ് എനിക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ച് അതെന്തേനൊന്ന്. അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കിന്നെ പരിചയമില്ല, എന്നിട്ട് ചിരിക്കൂല, ആരെയും കാണുമ്പോൾ ചിരിക്കൂല. അപ്പോൾ ചിരിക്കും ചില പ്രാധാന്യങ്ങളുണ്ട്. ഈ വർഷവും ഞാൻ കോളേജിൽ അത് ഒരു പാടാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷവും കോളേജിൽ ഇലക്ഷന് മത്സരിച്ചു. പക്ഷേ ഈ വർഷവും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ ജനറൽ സെക്രട്ടറിയിലാണ് മത്സരിച്ചത്. പക്ഷേ ജോയിൻറ്റ് സെക്രട്ടറിയിലടക്കം നോമിനേഷൻ ഉണ്ട്. പക്ഷേ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് 3-4 സംഘടനകൾ മത്സരിച്ചതിൽ ഒരാളും നോമിനേഷൻ കൊടുത്തിട്ടില്ല. അത് ചിരിയും മറ്റ് ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ വളരെയേറെ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. അതോടൊപ്പം പിന്നെ ഒരു കുട്ടീനോടാണ് ഇൻട്രാക്ഷൻ സെക്ഷനിൽ സംസാരിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചിരിച്ചു കാണുന്ന ദിവസം ചിരിച്ചു കാണുന്ന കോളേജിൽ നമ്മളോടൊപ്പം കാണുന്ന വിദ്യാർത്ഥിയാണ്. ആ ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോരുത്തരെ പറ്റി മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്.
വിദ്യാർത്ഥി എന്നെ കണ്ടപ്പം പറഞ്ഞ്, ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷിച്ചൊന്ന്. അപ്പം പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കുറേ ഇതുണ്ട്, ഓനെ പറ്റി ഓൻ പറയാന്നല്ല, പരിചയപ്പെടുത്തുക എന്നുള്ള നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവനോട് പറഞ്ഞ്, എൻ്റെ വാപ്പ ഞാൻ കണ്ടിട്ടില്ല, ഫോട്ടോവും കണ്ടിട്ടില്ല. വാപ്പ ചെറിയടുത്ത് മരിച്ചു പോയതാണ്, മരണപ്പെട്ടു പോയതാണ്. ഓന് ഉമ്മാനെ കണ്ടിട്ടുള്ളൂ. ഉമ്മാനോട് വാപ്പ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചിട്ട് ഉമ്മോനോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ 18 വയസ്സായിട്ട് പറഞ്ഞു തരുമെന്നാ. ഓനക്കറിയില്ല. ഓൻ ഉമ്മാനോട് മിണ്ടി തുടങ്ങിയിട്ട് ഒരു 2 വർഷമായിട്ടേ ഉള്ളൂ. അതുവരെ ഓനൊരു 16 വയസ്സിൽ ഓനൊരു +2 വരെ ഉമ്മാനോടും മിണ്ടിയിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഓൻ്റെ വാപ്പാൻ അനിയൻ്റെ കല്യാണത്തിന് ഓൻ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ ഓൻ്റെ ഉമ്മ ഒരു മണവാട്ടിയായിട്ടുള്ളതാണ്. ഓനറിയാലോ പെട്ടെന്നൊരു കാഴ്ച കണ്ടുതരോ. അതിന് ശേഷം ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ടൈമിലാണ് 7 കൊല്ലം ഓൻ്റെ ഉമ്മാനോട് മിണ്ടിയിക്കില്ല. പക്ഷെങ്കിൽ ഒരാൾ നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മളോട് എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത്രയും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് അവർ കവർ ചെയ്ത് പോകുന്നത് ആ ഒരു ചിരി കൊണ്ടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളോട് ചിരിച്ച് കളിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ ചിരിക്കുന്നത് കൊണ്ടാണ് അവർ മുന്നോട്ട് വളരെ സമാധാനത്തോടു കൂടി പോകാനും മറ്റും അവർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുള്ള പല തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ചിരിയും കരച്ചിലും രണ്ടും ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനുണ്ട്. ഞാൻ നിർത്തുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ബ്രൈറ്റ് അക്കാദമിക്ക് മനുഷ്യർക്ക് മാത്രമുള്ള കഴിവാണ്. നേരെ എതിരാളി വരുണാണ്. വരുണിനെ ആവശ്യമാണ്. എല്ലാവർക്കും നമസ്കാരം. ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ വാർഷിക സെമിനാറിൽ എനിക്ക് ഒരവസരം തന്നതിൻ്റെ സംഘാടകരോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. തീർച്ചയായും എല്ലാ വർഷവും നടത്തുന്ന വാർഷിക സെമിനാർ പോലെ തന്നെ വളരെ മനോഹരമായി തന്നെ ഈ സംഗമം സംഘടിപ്പിക്കാൻ ബ്രൈറ്റ് അക്കാദമിക്ക് സാധിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ മുഖ്യാതിഥിയും മുഖ്യ പ്രഭാഷകനും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ചിരിയും കരച്ചിലും എന്ന വിഷയത്തെക്കുറിച്ച് സവിസ്തരം നമുക്ക് അറിവ് പകർന്നു നൽകാനായിട്ട് മുഖ്യപ്രഭാഷകൻ ഷെരീഫ് പേരാമ്പ്ര സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കും. എന്നിരുന്നാലും ഈ വിഷയത്തെക്കുറിച്ച് 2 വാക്ക് നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിരിയോടുകൂടി ആരംഭിക്കുന്ന ജനനം, ഒരു കരച്ചിലോടുകൂടി ആരംഭിക്കുന്ന ജനനം ഒരു കരച്ചിലോടുകൂടിയാണ് അവസാനിക്കുന്നത്. ഇതിനിടയിലുള്ള ഒരു ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ്